കൊച്ചി മാടവനയിൽ ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം കല്ലട ബസിന്റെ അമിത വേഗം. അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ പാൽപ്പാണ്ടിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമാംവിധം വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അപകടത്തിൽ മരിച്ച വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റ്യന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇന്നലെ രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. ഇപ്പോൾ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ജിജോയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആരോഗ്യനില, ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എപ്രകാരമാണ്? ഒപ്പം തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് ഈ ഡ്രൈവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്? ബസിന്റെ ഡ്രൈവർക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ പ്രകാരം 304, 337, 338, 427 IPC വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ പാൽപ്പാണ്ടി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമാം വിധം വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ബസ് അമിത വേഗത്തിൽ ഓടിച്ചത് മരണം ഉണ്ടാക്കുമെന്ന ഉറപ്പോടുകൂടിയെന്ന് പോലീസ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അപകടത്തിൽ മരിച്ച വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റ്യന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മാത്രമല്ല, ജിജോ ജോലി ചെയ്തിരുന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നാളെ ആയിരിക്കും സംസ്കാരം നടക്കുക. നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് ഗുരുതരമായ പരിക്കുകൾ ആർക്കും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തപ്പോഴും ഈ ബസിന്റെ അമിത വേഗമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കി വെച്ചതെന്ന് പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ബസ്സുകൾക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, ഇന്നലെയാണ് കൊച്ചി മാടവനയിൽ ഒരു ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ ഒരു അപകടം, കല്ലട ബസ് ഒരു അപകടത്തിൽപ്പെട്ടത്. അമിത വേഗമായിരുന്നു ഇതിന് കാരണമായി തീർന്നത്. അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ പാൽപ്പാണ്ടിക്കെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായ വിധം വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ജിജോ സെബാസ്റ്റ്യൻ മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.